നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരുമകനൊപ്പം ഒളിച്ചോടിയ അമ്മായിയമ്മ. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിന്ന ഒരു ഒളിച്ചോട്ട വാർത്തയായിരുന്നു ഇത്. മകളുടെ പ്രതിശ്രുത വരനൊപ്പമാണ് ഈ അമ്മ ഒളിച്ചോടിപ്പോയത്. ഉത്തർപ്രദേശ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തുവെന്ന് വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ ഇരുവരും ചേർന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങിയെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഇരുവർക്കും ആഗ്രഹമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് രാജ്യത്ത് തന്നെ നടുക്കിയ ഒരു സംഭവം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സ്വപ്ന എന്ന 38-കാരിയാണ് മകളുടെ പ്രതിശ്രുതവരനായ രാഹുലിനൊപ്പം ഒളിച്ചോടിപ്പോയത്. വിവാഹത്തിന് കേവലം 10 ദിവസം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇരുവരും ഒളിച്ചോടിയത്. എന്താണ് ഏതാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നാൽ വിവാഹത്തിനായി വാങ്ങിവെച്ചിരുന്ന സ്വർണവും പണവും കൊണ്ടാണ് ഇരുവരും ഒളിച്ചോടിയതെന്നുള്ള വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു. മരുമകൻ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിലൂടെ പ്രണയസല്ലാപം നടത്തിയും പലതവണ വിവാഹത്തിൻ്റെ പേര് പറഞ്ഞ് വീട്ടിലെത്തി ബന്ധം പുതുക്കിയും ഒക്കെ തന്നെയായിരുന്നു ഇരുവരും മുന്നോട്ട് പോയതെന്നായിരുന്നു നേരത്തെ വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു വസ്തുതയാണ്. ഇനിയിപ്പോൾ എന്തു തന്നെ സംഭവിച്ചാലും രാഹുലിനൊപ്പം താൻ ജീവിക്കുമെന്നാണ് ഈ 38-കാരിയായ സ്വപ്നാദേവി പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെ വിവാഹം കഴിക്കുമെന്നും സ്വപ്ന തന്നെ പോലീസിനോട് പറയുന്നുണ്ട്. സ്വപ്നാദേവിയും ഭാവി മരുമകനും സുശാന്തും പ്രണയത്തിലായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. ഈ ഒളിച്ചോട്ടത്തിന് ശേഷം തിരിച്ചെത്തി പോലീസ് സ്റ്റേഷനിൽ ഇരുവരും കീഴടങ്ങിയെന്നാണ് പറയുന്നത്. തുടർന്ന് യുവതി എന്താണ് ഒളിച്ചോടിയതിൻ്റെ കാരണം, ഒളിച്ചോടിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞു. തൻ്റെ ഭർത്താവ് ഒരു അമിത മദ്യപാനിയാണ്. സ്ഥിരമായി മദ്യപിച്ച് തന്നെ നിരന്തരം അടിക്കാറുണ്ട്. മകളാകട്ടെ തന്നോട് നിരന്തരം കലഹിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഭർത്താവിനോടും മകളോടുമുള്ള പകയിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്തതായി അവർ പറയുന്നത്. ദിവസവും മണിക്കൂറുകളോളം സ്വപ്ന രാഹുലുമായി സംസാരിക്കാറുണ്ട്. യുവതിയുടെ ഭർത്താവ് ജിതേന്ദ്രകുമാർ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ തനിക്ക് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും സ്നേഹം ലഭിക്കില്ലെന്നും സ്നേഹിക്കുന്ന ഒരു പുരുഷനൊപ്പം ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് തൻ്റെ താല്പര്യമെന്നുമാണ് ഇവർ പറയുന്നത്. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി ഇവരെ നേപ്പാൾ അതിർത്തിക്ക് സമീപത്ത് നിന്നാണ് പിടികൂടിയത്. ലക്ഷക്കണക്കിന് രൂപയും ആഭരണങ്ങളുമായി യുവതി കടന്നു കളഞ്ഞുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. വീട്ടിൽ നിന്ന് 3.5 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയോളം മൂല്യം വരുന്ന ആഭരണങ്ങളുമാണ് ഇരുവരും അടിച്ചു മാറ്റിയതെന്നാണ് ഈ 38-കാരിയുടെ മകൾ ശിവാനി ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും സ്വപ്ന നിഷേധിക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണും 200 രൂപയും മാത്രമേ തൻ്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ പ്രതികരിച്ചത്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഇരുവരും ഒളിച്ചോടുന്നത്. ഏപ്രിൽ 14-ാം തീയതിയാണ് മകളുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സംഭവത്തിൽ യുവാവ് പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഒളിച്ചോടിയില്ലെങ്കിൽ സ്വപ്ന ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഭീഷണിക്ക് വഴങ്ങി മറ്റു മാർഗമില്ലാതെ യുവതിക്കൊപ്പം ഒളിച്ചോടിയെന്നും രാഹുൽ പറയുന്നു. എന്നാൽ ഒളിച്ചോടി പോയപ്പോൾ പോലീസ് തങ്ങളെ തേടുന്നുവെന്ന വാർത്ത ലഭിച്ചതിന് പിന്നാലെയാണ് തിരിച്ചു വരാനുള്ള തീരുമാനമെടുത്തതെന്നും യുവാവ് ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ പോലീസ് ഇതുവരെ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഇയാൾ നേരത്തെ മറ്റൊരു സ്ത്രീക്കൊപ്പം ഒളിച്ചോടിയിട്ടുണ്ടെന്നും പിന്നീട് തിരികെ വന്നതാണെന്നുമുള്ള ചില കഥകൾ നാട്ടിൽ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭർത്താവ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതായും മരുമകനെ വലിയ തോതിൽ ഇഷ്ടപ്പെട്ടു, ആ സാഹചര്യത്തിൽ മരുമകനൊപ്പം തന്നെ ഒളിച്ചോടാൻ ഭർത്താവ് തന്നെ വെല്ലുവിളിച്ചുവെന്നും സ്വപ്നാദേവി പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വാദമുഖങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതിനിടെ പ്രണയബന്ധത്തെ എതിർത്തതിനെ തുടർന്ന് സ്വന്തം ഭർത്താവിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി അതിക്രൂരമായി കൊന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. ദുപ്പട്ട ഉപയോഗിച്ചാണ് ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം മൃതദേഹം കാമുകന്റെ സഹായത്തോടെ യുവതി മാലിന്യ കൂമ്പാരത്തിൽ തള്ളുകയായിരുന്നു. ഹരിയാനയിലെ ഹിസാറിലാണ് നാടിന് നടുക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഡ്രൈവറായ പ്രവീൺ 2017-ലാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള രവീണയെ കല്യാണം കഴിക്കുന്നത്. ഈ വിവാഹബന്ധത്തിൽ ഇവർക്ക് 6 വയസ്സുള്ള മകനുണ്ട്. പക്ഷേ ബന്ധം പതിയെ വഷളാവുകയും ഇരുവരും തമ്മിൽ അകൽച്ച ഉണ്ടാവുകയും ചെയ്തു. യൂട്യൂബിലെ തൻ്റെ ഫാൻസിനെയും ഫോളോവേഴ്സിനെയും ചൊല്ലി എന്നും വീട്ടിൽ നിരന്തരം വഴക്കായിരുന്നു. റവാരിയിലെ ജൂഡി എന്ന ഗ്രാമത്തിലാണ് രവീണ താമസിക്കുന്നത്. കുറച്ച് ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഇവർ കൂടുതൽ റീലുകളും വീഡിയോകളും നിർമ്മിച്ച് സജീവമായി മാറിയിരുന്നു. ഇത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി മാറി. 1.5 വർഷം മുമ്പ് ഹിസാറിലെ പ്രേംനഗറിൽ നിന്നുള്ള മറ്റൊരു യൂട്യൂബറായ സുരേഷിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ രവീണ പരിചയപ്പെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു ചെയ്തത്. ഈ ഇൻസ്റ്റാഗ്രാം സൗഹൃദം അടുത്ത ബന്ധത്തിലേക്ക് വഴിതെളിച്ചു. പിന്നീട് പോലീസ് പറയുന്നതനുസരിച്ച് മാർച്ച് 25-ാം തീയതി രാത്രി പ്രവീൺ വീട്ടിലെത്തിയപ്പോൾ രവീണയും സുരേഷും അടുത്ത് ഇടപഴകുന്നത് കണ്ടു.
പിന്നീട് തർക്കം ഉടലെടുത്തു. രവീണയും സുരേഷും ചേർന്ന് പ്രവീണിനെ കൊലപ്പെടുത്തി. പ്രവീണിനെ ഇരുവരും ചേർന്ന് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. ഈ സമയം ഇവരുടെ മകൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. സംശയമില്ലാതിരിക്കാൻ അവർ പ്രവീണിൻ്റെ മൃതദേഹം ഒരു ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ഭിവാനിയിലെ വിനോദ് റോഡിലെ ഒരു അഴുക്ക് ചാലിൽ തള്ളുകയാണ് ചെയ്തത്. 3 ദിവസത്തിന് ശേഷം പോലീസും പ്രവീണിൻ്റെ കുടുംബവും തിരച്ചിൽ നടത്തിയാണ് അഴുകി തുടങ്ങിയ മൃതദേഹം കണ്ടെടുത്തത്. മണിക്കൂറുകളോളം ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചാണ് സംഭവത്തിൽ ഒരു തുമ്പുണ്ടാക്കിയത്. ഒരു പൂന്തോട്ടത്തിന് സമീപം ഒരു മോട്ടോർ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ച ഒരാൾ രവീണയാകട്ടെ പിൻസീലിരിക്കുന്നതും കണ്ടു. ഇവർക്കിടയിലായി ഒരു തളർന്ന ശരീരം പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് വ്യക്തമല്ലാത്ത ചില ദൃശ്യങ്ങളായിരുന്നു കണ്ടത്. എന്നാൽ ഈ ദൃശ്യം കണ്ട ഉടൻ തന്നെ രവീണ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ഇവർ കുറ്റസമ്മതം നടത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കാമുകൻ സുരേഷ് ഒളിവിലാണ്. ഇയാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.